പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗ്ലോറിയസ് ഗോസ്പൽ എന്ന ഒരു മിനിസ്ട്രിയുടെ തുടക്കക്കാരനായ ഷിബു പീഡിയക്കൽ, അദ്ദേഹം പെന്തക്കോസ്ത് പാസ്റ്ററായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം യാക്കോബായ സഭയിലേക്ക് കടന്നു വരികയുണ്ടായി. അതിനുശേഷവും അദ്ദേഹം കത്തോലിക്ക സഭയെ ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലായി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. കത്തോലിക്ക സഭയിലെ വൈദികർ വിവാഹം കഴിക്കാതിരിക്കുന്നത് ബൈബിൾ അധിഷ്ഠിതമല്ല, ബൈബിളിനോട് ചെയ്യുന്ന വലിയ തെറ്റാണ്, അപ്പസ്തോലിക പാരമ്പര്യത്തിൽപ്പെട്ടതല്ല, അത് പൈശാചിക ദുരാത്മാവിൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ്. യാക്കോബായ സഭയിലെ പുരോഹിതന്മാർ വിവാഹം കഴിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ഇടുകയുണ്ടായി. എന്തായാലും അതിനൊരു മറുപടി അദ്ദേഹം അർഹിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന അനേകരിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണമാകരുതല്ലോ. നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം. കത്തോലിക്ക സഭയിലെ അച്ഛന്മാർ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് നിർബന്ധിത ബ്രഹ്മചര്യം ഉള്ളത്? ക്രിസ്തീയ സഭയിൽ ആദ്യം മുതൽ ഇങ്ങനെയായിരുന്നു. ആദ്യത്തെ 10 നൂറ്റാണ്ടുകൾ ക്രിസ്തീയ സഭയിൽ പുരോഹിതന്മാർ വിവാഹിതരായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും പുരാതന സഭയായ യാക്കോബായ സഭയിലെ വൈദികർ ഇന്നും വിവാഹിതരാകുന്നത്. വിവാഹിതരാകുന്നതിൽ അവർക്ക് യാതൊരു തടസ്സവുമില്ല. എന്താണ് കത്തോലിക്ക സഭയിൽ വൈദികർക്ക് വിവാഹ വിലക്ക് ഉള്ളത്? 1139 രണ്ടാം ലാറ്ററൻ കൗൺസിലാണ് വൈദികരുടെ വിവാഹം വിലക്കിയത്. ഒന്നാം ലാറ്ററൻ കൗൺസിലിൽ വിവാഹം വിലക്കുന്നതിന് ചില നടപടികൾ ഉണ്ടായി. അതിനു മുമ്പ് തന്നെ പോപ്പ് ഗ്രിഗറി അത്തരത്തിൽ കത്തുകളൊക്കെ എഴുതിയിരുന്നു. 1139 മുമ്പ്, അതായത് ആദ്യത്തെ 10 നൂറ്റാണ്ടുകൾ എല്ലാ വൈദികർക്കും വിവാഹം കഴിക്കുവാൻ സാധിക്കുമായിരുന്നു. ഇങ്ങനെ ഭാവിയിൽ വിവാഹ വിലക്കുണ്ടാകും എന്ന് പരിശുദ്ധനായ പൗലോസ് തന്റെ ശിഷ്യൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നതാണ് കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച പൂജ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യും. വിവാഹം വിലക്കിക്കൊണ്ട് രണ്ടാം ലാറ്ററൻ കൗൺസിലിൽ കത്തോലിക്ക സഭ 1139 വൈദികരെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതിൽ നിന്ന് വിലക്കി. ഇത് ക്രിസ്തീയ സഭയുടെ പാരമ്പര്യമല്ല, അപ്പോസ്തോലിക പാരമ്പര്യമല്ല. അത് തികച്ചും വ്യത്യസ്തമായ ദുരാത്മാവിന്റെ പ്രേരണയാൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം മാത്രമാണെന്ന് വളരെ തെളിവായി ബൈബിൾ പറയും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ള ചെറിയൊരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് യാക്കോബായ സഭയിലെ മെത്രാമാർ വിവാഹം കഴിക്കാത്തത്? മാത്രമല്ല, യാക്കോബായ സഭയിൽ ഡീക്കന്മാർ പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചിരിക്കണം. പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം ഭാര്യ മരിക്കുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുകയോ ചെയ്യുന്നവർ പിന്നെ വിവാഹം കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇദ്ദേഹം മറുപടി പറയട്ടെ. യഥാർത്ഥത്തിൽ എന്താണ് ഇദ്ദേഹം ചെയ്ത നടപടി എന്നൊന്നും മനസ്സിലാക്കണം. ഇദ്ദേഹം പെന്തക്കോസ്ത് പാസ്റ്ററായിരിക്കുന്ന സമയത്ത് പെന്തക്കോസ്തക്കാർ പറയുന്ന ഉപദേശം, ആ ഉപദേശം യാക്കോബായ സഭയിലേക്ക് ചേർന്നതിന് ശേഷവും ഉപേക്ഷിച്ചിട്ടില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് ഇത്. യഥാർത്ഥത്തിൽ ആദ്യത്തെ 10 നൂറ്റാണ്ടുകളിൽ വിവാഹം കഴിക്കാത്ത പുരോഹിതന്മാർ ഉണ്ടായിരുന്നുവോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കത്തോലിക്ക സഭയിൽ ഇപ്പോഴും വിവാഹം കഴിക്കുന്ന പുരോഹിതന്മാരുണ്ടോ? ഇതൊക്കെ നമുക്ക് അറിയണമല്ലോ. ഇദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ഥിതിക്ക് ഈ വിഷയങ്ങളൊക്കെ നമുക്ക് അറിയണമല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ അധിഷ്ഠിതമായി പറയുകയാണെങ്കിൽ വളരെ വ്യക്തമായി വിവാഹം കഴിക്കാതെ അവിവാഹിതരായ ശുശ്രൂഷകർ സഭയിലുണ്ട് എന്നതിന് ബൈബിൾ അടിസ്ഥാനമായി നമുക്ക് തെളിയിക്കാൻ വേണ്ടി സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശു തന്നെ പ്രകാരം പഠിപ്പിക്കുന്നു: ജന്മനാ ഷണ്ഡന്മാരായവരുണ്ട്, മനുഷ്യരെ പ്രതി സ്വയം ഷണ്ഡന്മാരാക്കുന്നവരുണ്ട്, ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ഡന്മാരാക്കുന്നവരുണ്ട്. അത് വ്യക്തമായി ഈശോ പഠിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ വിവാഹം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പൂർണ്ണമായും ഒരുങ്ങി
പോകുന്നവർ വേണമെന്നുള്ള കാര്യം ഈശോ തന്നെ തൻ്റെ പ്രബോധനത്തിൽ പഠിപ്പിക്കുന്നു. ഈശോ വിവാഹിതനല്ല, സ്നാപയോഹനൻ വിവാഹിതനല്ല, അങ്ങനെ യേശു ശിഷ്യന്മാരിൽ പലരും വിവാഹിതരല്ല, പൗലോസ് ശ്ലീഹായും വിവാഹിതനല്ല എന്നുള്ള വസ്തുതയാണ് ഇദ്ദേഹം മറച്ചു വെച്ചത്. ഇനി പൗലോസ് ശ്ലീഹ ഈ വിഷയത്തെ കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത്? വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യരെ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 7-ാം അധ്യായത്തിലെ 25 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണാം: അവിവാഹിതരും വിധവകളും. ആ ഒരു പാരഗ്രാഫ് മുഴുവൻ പറയുന്നത് അവിവാഹിതരായും കന്യകകളായും വിധവകളായിട്ടുള്ള ആളുകൾ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനെ പറ്റിയുള്ള നിയമാവലികളെ കുറിച്ച് പൗലോസ് ശ്ലീഹ കൊരിന്ത്യരെ സഭയെ പഠിപ്പിക്കുക. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണമേ, ഇപ്രകാരം എഴുതിയിരിക്കുന്നു 32-ാമത്തെ വാക്യം: അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കാമെന്ന് ചിന്തിച്ച് കർത്താവിന്റെ കാര്യങ്ങളിൽ തൽപരനാകുന്നു. വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരനാകുന്നു. കണ്ടോ എത്ര വ്യക്തമായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത്? വിവാഹിതനായിരിക്കുന്ന ഒരു പുരോഹിതൻ സ്വഭാര്യയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആയിരിക്കേണ്ടതായി മാറും, അങ്ങനെയുള്ള കാര്യം തൽപരനാകും. എന്നാൽ അവിവാഹിതനാകുന്ന വ്യക്തി തീർച്ചയായും കർത്താവിന്റെ കാര്യങ്ങൾ മാത്രമേ അവന് നോക്കേണ്ടതുള്ളൂ, സഭയുടെ കാര്യങ്ങൾ മാത്രമേ നോക്കേണ്ടതുള്ളൂ എന്ന് വ്യക്തമായി പൗലോസ് ശ്ലീഹയോട് പറഞ്ഞിരിക്കുക. അതായത് സഭയുടെ ആദ്യകാല ചരിത്രം മുതൽ 10-ാം നൂറ്റാണ്ട് വരെയും പൂർണ്ണമായും വിവാഹം വേണ്ട എന്ന് വെച്ച് ബ്രഹ്മചാരികളായ, കന്യകകളായ, അതുപോലെ വിധവകളായ പല സ്ത്രീകളും ഈ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് സഭയെ ശുശ്രൂഷിച്ചിരുന്നു എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ 10-ാം നൂറ്റാണ്ടിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ലത്തീൻ സഭയിൽ അനേകം പേർ പുരോഹിതരാകുവാനായി വിവാഹം വേണ്ട എന്ന് വെച്ചിട്ടുള്ളപ്പോൾ തന്നെ എന്തിന് വിവാഹിതരെ കൂടി ശുശ്രൂഷയിലേക്ക് എടുക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഭ വളർന്നു കഴിഞ്ഞപ്പോൾ, സഭ എല്ലായിടത്തും എത്തിയപ്പോൾ ലത്തീൻ സഭയിൽ ഒരു തീരുമാനം വരികയാണ്. ഗ്രിഗറി മാർപ്പാപ്പ ആ കൗൺസിൽ കൂടി 11-ാം നൂറ്റാണ്ടിലെ ഒരു തീരുമാനം ഉണ്ടാക്കുകയാണ്: ഇനി വിവാഹിതരായവരെ പൗരോഹിത്യത്തിൽ എടുക്കേണ്ടതില്ല, പുരോഹിതർ വിവാഹം കഴിക്കേണ്ടതില്ല എന്ന്. അതാണ് ചരിത്രം, അതാണ് ഈ കാണുന്ന ചരിത്രം. ഇത് കത്തോലിക്ക സഭയിൽ പൂർണ്ണമായും ബാധകമാണോ? അല്ല. പൗരസ്ത്യ സഭകളിലെ ഇത് ബാധകമായിരുന്നില്ല, നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ഇന്നും ബൈസന്റിയൻ സഭകള്, യുക്രൈനിലുള്ള സഭയൊക്കെ ഇന്നും അവിടെയുള്ള കത്തോലിക്ക പുരോഹിതർ വിവാഹം ചെയ്യുന്നവരാണ്. കാരണം പൗരസ്ത്യ സഭയാണ്. കേരളത്തിലെ സഭയിൽ സീറോ മലബാർ സഭയിലും സീറോ മലങ്കര സഭയിലും ഇന്ന് വിവാഹിതരായവരെ പൗരോഹിത്യത്തിലേക്ക് എടുക്കുന്നില്ല. സീറോ മലങ്കര സഭയിൽ മുമ്പ് വിവാഹിതരായിരുന്നവർ പൗരോഹിത്യത്തിലുള്ളവരെ തുടർന്ന് കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ സഭയുടെ ചരിത്രമോ വസ്തുതയോ മനസ്സിലാക്കാതെ ഇനി ഇദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്: പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ വിവാഹം വിലക്കുമെന്ന രീതിയിൽ ദുരാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാവുമെന്ന് പറഞ്ഞു. സഭയെ കുറിച്ചിട്ടാണോ? ആ കാലഘട്ടത്തില് സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്ന ഒരു ശീഷ്മ വിവാഹം എന്ന് പറയുന്നത് പാപമാണെന്നും ലൈംഗികത എന്ന് പറയുന്നത് പാപമാണെന്നും അങ്ങനെ വിവാഹിതരായവർ പാപം ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ശീഷ്മ കടന്നു വന്നപ്പോൾ അവിടെ അവരോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഭക്ഷണവാദനങ്ങൾ ഇനിയൊന്നും കഴിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള. എന്താ കാരണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു നിയമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാനിക്കയനിസത്തിന്റെ സ്വാധീനമാണ്. മാനിക്കയനിസത്തിന് ശേഷം വന്നതാണ് അതിന്റെ മുന്നോടിയായിട്ടുള്ള അതിൻ്റെതായ ഒരു സ്വാധീനം. അത് ഗ്രീസിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അവർക്ക് ഒന്നുകിൽ ലോകത്തോട് വെറുത്ത് ജീവിക്കണം, അല്ലെങ്കിൽ ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കണം. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള ആത്മാവ് ഈ ലോകവുമായി യാതൊരു ബന്ധമില്ലാത്തതാണ്. അതുകൊണ്ട് ഒന്നെങ്കിൽ ലോകത്തോട് മാറുന്ന ജീവിക്കുക, അല്ലെങ്കിൽ ലോക സുഖങ്ങളിൽ മുഴുകി ജീവിക്കുക. കാരണം ആത്മാവിന് ഇത് ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിലുള്ളൊരു കൺസെപ്റ്റ്, ഒരു വിജാതീയ സമൂഹത്തിൽ നിന്ന് വന്നൊരു സ്വാധീനം സഭയിലേക്ക് പ്രവേശിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു വിഷയത്തെ പ്രതി വിലക്കിയ സംഭവത്തെ ഇപ്പോഴത്തെ കത്തോലിക്ക സഭയിലെ പൗരോഹിത്യത്തിലേക്ക് കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത്. അതാണ് ചരിത്രം. അപ്പൊ ഇത് സാഹചര്യം എന്തെന്നറിയാതെ, ആ വചനം എന്തുകൊണ്ട് കടന്നു വന്നിരുന്നു അറിയാതെ വ്യാഖ്യാനം ഉള്ളിൽ നടത്തിയെടുത്തുകൊണ്ട് ഉപയോഗിച്ചതിന് ഫലമായിട്ടാണ് ഈ തെറ്റിദ്ധരിപ്പിക്കൽ ശിവപീഠികൾ നടത്തിയിരിക്കുന്നത്.
അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, എന്തുകൊണ്ടാണ് യാക്കോബായ സഭയിലെ മെത്രാന്മാർ വിവാഹം കഴിക്കാത്തത്? മെത്രാന്മാരാകുമെന്ന് ഉറപ്പുള്ള വൈദികർ വിവാഹത്തിലേക്ക് പ്രവേശിക്കാതെ പട്ടം സ്വീകരിക്കുകയും പിന്നീട് മെത്രാന്മാരെന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അപ്പോ പെന്തക്കോസ്ത് സഭയിൽ നിന്ന് ആയിരുന്ന കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഉപദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, പാസ്റ്റർ അവിടെ വെച്ചിട്ട് യാക്കോബായ സഭയിലേക്ക് ചേരും. ഇതാണ് എനിക്ക് പാസ്റ്റർ പറയാനുള്ളത്. ശിവപീഡികയിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ ഡയലോഗ് പറയണത് ആഗ്രഹിച്ചുകൊണ്ട് പെന്തക്കോസ്ത് ഉപദേശം കൊണ്ട് വരരുത്, അതാണ് പറയാനുള്ളത്. കേരള കത്തോലിക്ക സഭയുടെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ കൾച്ചറിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യകാലങ്ങളിൽ പുരോഹിതന്മാർ വിവാഹം കഴിച്ചിരുന്നു, ശരിയാണ്. സുറിയാനി സഭയിൽ വിവാഹം കഴിച്ചിരുന്നു. യാക്കോബായ സഭ പുരാതന സഭയാണെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് കത്തോലിക്ക സഭ അതിനും പുരാതനമായ സഭയാണ്. കാരണം AD 6-ാം നൂറ്റാണ്ടിൽ യാക്കോബ് ബുർദായ എന്ന് പറയുന്ന സന്യാസിയാണ് സഭയിലെ വിഘടിച്ചു പോയ സഭാ സമൂഹങ്ങൾ ഒന്നിച്ചു ചേർത്ത് യാക്കോബായ സഭ എന്ന രീതിയിൽ 6-ാം നൂറ്റാണ്ടിൽ ഒന്ന് സ്ട്രക്ചർ ചെയ്യുന്നത്. ഇപ്പൊ കത്തോലിക്ക സഭ അതിന് മുമ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ വിഷയം മനസ്സിലാക്കണമെന്ന് ആദ്യം പറയുകയാണ്, ഒന്നുകിൽ പെന്തക്കോസ്ത് ഉപദേശം അവിടെ ഉപേക്ഷിക്കുക, എന്നിട്ടെങ്കിലും യാക്കോബായ സഭയിലേക്ക് ചേരുക. അല്ലാതെ കത്തോലിക്കരെ അടിക്കാൻ വേണ്ടി യാക്കോബായക്കാർക്ക് വേണ്ടി പെന്തക്കോസ്ത് ഉപദേശം എടുത്തു കളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ള ചെറിയൊരു നിർദ്ദേശം.